അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ളവരെ, നമസ്കാരത്തിൻ്റെ സമയം അറിയിക്കുന്ന ഒരു ആരാധനാ കർമ്മമാണല്ലോ ബാങ്ക് എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ അദ്ദന എന്ന ക്രിയാരൂപം 2 തവണയാണ് വന്നിട്ടുള്ളത്. മുഅദ്ദിൻ എന്നതും 2 തവണയാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കൽപ്പനാ ക്രിയാരൂപമായ അദ്ദിൻ എന്നത് 1 തവണ. അപ്പോൾ ആകെ 5 തവണ. പറഞ്ഞു വന്നത് ബാങ്കിൻ്റെ പദങ്ങളിലും ചില സംഖ്യാത്ഭുതങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ്. 5 നേരമാണല്ലോ നിർബന്ധ നമസ്കാരങ്ങൾ. ഫർള് നമസ്കാരങ്ങളിലെ റക്അത്തുകളുടെ എണ്ണം 17 എന്ന് നമുക്കറിയാം. സുബ്ഹ് 2 റക്അത്ത്, ളുഹർ 4, അസ്ർ 4, മഗ്രിബ് 3, ഇശാ 4, അങ്ങനെ 17 റക്അത്തുകൾ. ബാങ്കിൽ ഉപയോഗിച്ചിട്ടുള്ള അറബി അക്ഷരങ്ങൾ ആവർത്തനം ഒഴിവാക്കിയാൽ 17 എന്ന് കാണാവുന്നതാണ്. നമ്മിൽ പലരും അത് ശ്രദ്ധിച്ചിരിക്കുകയില്ല. അലിഫ്, ലാം, ഹാ, കാഫ്, ബാ, റാ, ശീൻ, ദാല്, നൂന്, മീമ്, ഹാ, സീന്, വാവ്, യാ, ഐന്, സ്വാദ്, ഫാ എന്നിവയാണ് ഈ 17 അക്ഷരങ്ങൾ. നമസ്കാരം നിർബന്ധമാക്കപ്പെടുന്നത് ഇസ്രായിൻ്റെ രാത്രിയിലായിരുന്നു എന്നും നമുക്കറിയാം. അൽ ഇസ്രാ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ അധ്യായത്തിൻ്റെ നമ്പർ 17. ഇനി നമുക്ക് മറ്റു ചില കണക്കുകളിലേക്ക് കടക്കാം. 12 ശബ്ദഭാഗങ്ങളാണ് ബാങ്കിൽ ഉള്ളത്. നമുക്ക് പരിചയമുള്ള പോലെ തന്നെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ അതൊരു ശബ്ദഭാഗമാണ്. അത് വീണ്ടും ആവർത്തിക്കുന്നു. അത് കഴിഞ്ഞാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ 3ാമത്തെ ശബ്ദഭാഗമാണ്. അത് വീണ്ടും ആവർത്തിക്കുന്നു. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ അത് 5ാമത്തെ ശബ്ദഭാഗമാണ്. അത് വീണ്ടും ആവർത്തിക്കുന്നു. ഹയ്യ അലസ് സ്വലാത്ത് 7ാമത്തെ ശബ്ദഭാഗമാണ്. അത് വീണ്ടും ആവർത്തിക്കുന്നു. അത് കഴിഞ്ഞാൽ ഹയ്യ അലൽ ഫലാഹ് 9ാമത്തെ ശബ്ദഭാഗമാണ്. അത് വീണ്ടും ആവർത്തിക്കുന്നു. 11ാമതായി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറയുകയും 12ാമത് അത് വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ 12 ശബ്ദഭാഗങ്ങളാണ് ഈ ബാങ്കിൽ ഉള്ളത്. അത് ഒരു വർഷത്തിലെ 12 മാസങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ് ബാങ്കിൻ്റെ കാതൽ. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ല എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അവയിലെ ഹർഫുകൾ, അതിലെ അക്ഷരങ്ങൾ പദക്രമത്തിൽ 12 എന്ന് നമുക്ക് കാണാം. ലാ എന്ന് പറയുമ്പോൾ അതിൽ 2 അക്ഷരങ്ങൾ, ഇലാഹ 3 അക്ഷരങ്ങൾ, ഇല്ല 3 അക്ഷരങ്ങൾ, അല്ലാ 4 അക്ഷരങ്ങൾ. അപ്പോൾ 4 + 3 + 3 + 2 = 12. ഖൈറു മാ ഖുൽതു അനവൻ നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും മഹത്തായ ശ്രേഷ്ഠമായ വചനം ലാ ഇലാഹ ഇല്ലല്ലാ എന്നാകുന്നു. അതിൽ തന്നെ അല്ലാഹു എന്ന് പറയുന്ന ഈ പദത്തിലെ അക്ഷരങ്ങൾ 3 അക്ഷരങ്ങളാണ്.
അതിലുള്ളത്. അലിഫ് ലാമ് ഹാ, ആവർത്തനമായി വന്ന ലാമ് ഒഴിവാക്കിയാൽ അലിഫ് ലാമ് ഹാ എന്നീ 3 അക്ഷരങ്ങളാണ് അല്ലാഹു എന്നതിൽ ഉള്ളത്. ഈ അക്ഷരങ്ങൾ ബാങ്കിൻ്റെ ലഫ്ലുകളിൽ വന്നിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അലിഫ് എന്നത് 47 തവണ, ലാമ് എന്നത് 45 തവണ, ഹാ എന്നത് 20 തവണ. അങ്ങനെ ആകെ 112 തവണയാണ് അല്ലാഹുവിലെ അലിഫ് ലാമ് ഹാ എന്നീ അക്ഷരങ്ങൾ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത്. എന്തുകൊണ്ട് 112 എന്ന് പറയാം? അതെ, അല്ലാഹുവിലെ ഈ 3 അക്ഷരങ്ങളിലെ അലിഫ് ലാമ് ഹാ എന്നീ 3 അക്ഷരങ്ങളും വരാത്ത 2 അധ്യായങ്ങളെ പരിശുദ്ധ ഖുർആനിൽ ഉള്ളൂ. അതിലൊന്ന് സൂറത്തുൽ ഫലക്കാണ്. സൂറത്തുൽ ഫലക്കിൽ അലിഫും ലാമും ഹാവും ഒന്നിച്ച് അത് വരുന്നില്ല, അത് 3 കൂടി വരുന്നില്ല. ഇതുപോലെ വരാത്ത മറ്റൊരു സൂറത്താണ് സൂറത്തുൽ അസ്ർ. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അതിൽ അലിഫ് ലാമ് ഹാ എന്നീ 3 അക്ഷരങ്ങളും ഒത്തുചേർന്ന് വരുന്നില്ല. ബാക്കിയുള്ള 112 അധ്യായങ്ങളിലും ഇത് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് ഈ 112 ഒരു പ്രത്യേകത നാം പറഞ്ഞത്. പരിശുദ്ധ ഖുർആനിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഈ അല്ലാഹു എന്നുള്ള പദമായിരിക്കാം. 2699 പ്രാവശ്യമാണ് അല്ലാഹു എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു വർഷം നാം കേൾക്കുന്നത് 1825 ബാങ്കുകളാണ്. ഒരു ദിവസം 5 എണ്ണം എന്നുള്ള നിലക്ക് നമ്മൾ നോക്കിയാൽ 1825 ബാങ്കുകളാണ് നമ്മൾ ഒരു വർഷത്തിൽ കേൾക്കുന്നത്. എന്നിട്ടും നമ്മൾ ഈ ബാങ്കിനകത്തുള്ള ഒരു സംഖ്യയുടെ പൊരുൾ നമ്മളിൽ പലരും മനസ്സിലാക്കിയിട്ടില്ല. മുഹമ്മദ് എന്ന പദം, ആ പദമാണ് ഈ ലോകത്തൊരു പക്ഷേ ഏറ്റവും കൂടുതൽ ഉച്ചരിക്കപ്പെടുന്ന പദം. ബാങ്കിലൂടെയും നമസ്കാരത്തിലുമെല്ലാം ഈ മുഹമ്മദ് എന്ന പദം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ആളുകളിൽ ചിലർക്കെങ്കിലും അത് അരോചകമാണെങ്കിൽ പോലും. അപ്പോൾ ഈ ബാങ്കിലുമുണ്ട് ചില സംഖ്യാത്ഭുതങ്ങൾ എന്നുള്ളത് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇനിയും വരാം മറ്റൊരു വിഷയവുമായി.